എല്ലാം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അതാണ് മുസ്ലിം ലീഗിന്റെ അഹങ്കാരവും. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളുമായിരിക്കും ഭരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വർഗീയതയാണ് പറയുന്നത് എന്ന്. പച്ച വർഗീയത പറയുകയാണ്, പച്ചവെള്ളത്തിന് തീ കൊടുക്കുന്ന പ്രസ്താവനയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതാ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ്. പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാൽ ചില സൂചനകൾ നൽകി. ജനവികാരം കണക്കിലെടുക്കണം, ഇതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ജനവികാരം VD സതീശന് അനുകൂലമല്ലേ, അങ്ങനെയല്ലേ സർവേയിൽ നിന്നും ഫലത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ടാണ് ഇക്കാര്യം പറയുന്നത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെയാണ് പിന്തുണക്കുന്നത് എന്ന് പരസ്യമാക്കുകയാണ് ലീഗ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചോദ്യം സ്വാഭാവികമായും ഘടകകക്ഷി നേതാക്കളോടും ചോദിക്കും കേന്ദ്രത്തിൽ വന്ന നിരീക്ഷകർ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ജനവികാരമനുസരിച്ച് പറയും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ മതി, അത് കോൺഗ്രസ് അംഗീകരിക്കണം, ഇതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതിനെതിരെ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. അതെങ്ങനെയാണ് മുസ്ലിം ലീഗ് അങ്ങനെ പറയുക? മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറുണ്ടോ? മുസ്ലിം ലീഗിൽ ആരൊക്കെ മന്ത്രിയാക്കണമെന്ന് ഞങ്ങൾ പറയാറുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഉൾപാർട്ടി പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാറുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു മാത്യു കുഴൽനാടൻ. അതോടൊപ്പം മാത്യു കുഴൽനാടൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ലീഗ് ഇടപെടേണ്ട, കോൺഗ്രസിനറിയാം എങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെന്ന്, ആ രീതിയിൽ അത് നടക്കും, അതിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന് പരസ്യമായും മാധ്യമങ്ങളോട് പറഞ്ഞു മാത്യു കുഴൽനാടൻ. അപ്പോൾ തന്നെ രാവിലെയാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം വന്നത്. ഇപ്പോൾ ഇതാ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗും മുസ്ലിം ലീഗിന്റെയും പോസ്റ്റർ വന്നിരിക്കുന്നു, ബാനർ വന്നിരിക്കുന്നു. എന്താണ് ബാനറിൽ പറഞ്ഞിരിക്കുന്നത്? മനോരമ ന്യൂസാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട. മാത്യു കുഴൽനാടനോടാണ്. മാത്യുവിന്റെ പേരിന്റെ ഒരു വാലുണ്ട് കുഴൽനാടൻ എന്ന്. അതിൽ പിടിച്ച് പറയുകയാണ് നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട. മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗ് പട നയിച്ചവൻ ഭരിക്കട്ടെ എന്നും ഇരിക്കൂറിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ മലയാള മനോരമ ന്യൂസിൽ വന്ന വാർത്തയാണ്. ഇനിയിപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. ഈ ബാനറിൽ പട നയിച്ചവൻ ഭരിക്കട്ടെ, VD സതീശൻ അഭിവാദ്യങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗ് ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാനറിന്റെ ഒരു ഭാഗത്ത് ചിത്രം കൊടുത്തിരിക്കുന്നത്. മറുഭാഗത്ത് എന്ന് വെച്ചാൽ പകുതി ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട എന്നും. അതോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയുടെ ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയേണ്ട മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡ്, ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത കാർഡ് കൂടി ഈ ബാനറിൽ വെച്ചുകൊണ്ടാണ്, അതിന് ചിത്രം വെച്ചുകൊണ്ടാണ് കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശനെ പിന്തുണച്ചതിൽ മുസ്ലിം ലീഗിനെതിരെ മാത്യു കുഴൽനാടൻ എന്നാണ് ഏഷ്യാനെറ്റ് വാർത്ത. ആ വാർത്തയുടെ ചിത്രവും കൂടി ബാനറിൽ ഈ ഫ്ലെക്സ് ബോർഡിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കൂറിലെ യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ മാത്യു കുഴൽനാടന് മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലീഗും മാത്യു കുഴൽനാടനും നിൽക്കുന്ന സ്ഥിതിയിൽ വന്നിട്ടുണ്ട്. ഇതുവരെയും മാത്യു കുഴൽനാടനെ പിന്തുണച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാക്കളും രംഗത്തിറങ്ങിയിട്ടില്ല. സ്വാഭാവികമായും മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിലാണ് ഇടപെടുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ ഇടപെടലിനെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരേണ്ടതാണ്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ രംഗത്ത് വരേണ്ടതാണ്. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും രംഗത്ത് വരേണ്ടതാണ്. മൗനമാണ്, പേടിയാണ് മുസ്ലിം ലീഗിനെ, പേടിയാണ് മുസ്ലിം സംഘടനകളെ. മാത്യു കുഴൽനാടനാണ് ഇപ്പോൾ ആർജവത്തോടെ പറഞ്ഞിരിക്കുന്നത് ലീഗ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന്. എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ലീഗിനെതിരെ വന്നിരിക്കുന്നത്? മാത്യു കുഴൽനാടനെ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത്? KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ പക്ഷത്തിന്റെ കേരളത്തിലെ പ്രധാന വക്താവാണ് മാത്യു കുഴൽനാടൻ. സ്വാഭാവികമായും KC വേണുഗോപാലിനെതിരെ ഒരു അഭിപ്രായം ഉയർന്നു വന്നാൽ, അത് മുസ്ലിം ലീഗ് പോലെയുള്ള UDFന്റെ പ്രധാന ഘടകകക്ഷിയിൽ നിന്ന് ഉയർന്നു വന്നാൽ അത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കേണ്ടത് മാത്യു കുഴൽനാടന്റെ ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹം നിറവേറ്റുകയും ചെയ്തു. പക്ഷേ അത് നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനെയും
മുസ്ലിം ലീഗിനെയും യൂത്ത് ലീഗിനെയും. അതിന് പ്രതികരണമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ തെരുവിൽ അടി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം.